സ്വന്തം ഭാര്യയോട് അമിതമായ സ്നേഹമുണ്ടെന്ന് നടിച്ച് ഭാര്യയെ ഇല്ലാതാക്കിയ ഒരു ഡോക്ടറെ പറ്റി നമുക്കിന്ന് സംസാരിക്കാം. കുറേ ദിവസമായി ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ സംസാരിച്ചിട്ട്. കാരണം എന്താണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും. ബിഗ് ബോസ് എന്ന ഷോയുടെ പുറകെ പോകുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വേറെ കുറേ ചെറ്റത്തരങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നടന്ന ഈ ഒരു വിഷയം ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ. കാരണം ഒരു വിഷയത്തെ പറ്റി നമ്മൾ അറിയുമ്പോൾ കുറച്ചെങ്കിലും അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഇന്നാണ് ഒത്തുവന്നത്. കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലായപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നി. അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. സംഭവം നടക്കുന്ന ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഡോക്ടർ ദമ്പതിമാർ ഈ ഭാര്യയ്ക്ക് ഈ ഗ്യാസ് പരമായിട്ടുള്ള, നമുക്ക് വയറ്റിലോ അല്ലെങ്കിൽ നെഞ്ചിലോ ഗ്യാസ് കയറി എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെയുള്ള ഗ്യാസുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. ഇവർക്ക് ഈ ഗ്യാസിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞ് ഡോക്ടറായിട്ടുള്ള ഭർത്താവ് ഈ പരനാറിയായിട്ടുള്ള സുന്ദര കില്ലാടി, കുട്ടികളൊക്കെ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിള്ളേരെ മാറ്റിയിരുത്തുക, ഇല്ലെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് വെക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ അറിയാതെ കാണും വായിന്ന് നല്ല വല്ല വാക്കുകളും വീണാലോ എന്നുള്ളൊരു പേടിയുടെ പുറത്താണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സുന്ദര കില്ലാടി സ്വന്തം ഭാര്യയെ, ഭയങ്കര സ്നേഹമാണ് ഭാര്യയോട്, ഭാര്യയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്ന് കുത്തിവെക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇവൻ കുത്തിവെച്ചോണ്ടിരുന്നത് അനസ്തേഷ്യക്കുള്ള മരുന്നായിരുന്നു. മനസ്സിലായില്ലേ? ഒരു പരിധിയിൽ കൂടുതൽ ഇവനിത് കുത്തിവെച്ച് ആ സ്ത്രീ കുഴഞ്ഞു വീണു. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ മരണപ്പെട്ടു. ഇതാണ് സംഭവം. ഇവൻ ഇനി ഇത് എന്തിന് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു മെയിൻ ചാനലിൽ വന്ന ഈ ഒരു വാർത്ത നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ബംഗളൂരുവിൽ നിന്ന് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. ഇനി യുവ ഡോക്ടറായ ഭാര്യയെ കൊലപ്പെടുത്തിയ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ. അനസ്തീഷ്യ മരുന്ന് ആരും അറിയാതെ പലതവണ കുത്തിവെച്ചാണ് ഡോക്ടർ കൃതികയെ ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കൊലപ്പെടുത്തിയത്. കൃതികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒഴിവാക്കാനും ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ശ്രമിച്ചു. ഡോക്ടർ ആയതുകൊണ്ട് ബുദ്ധിയുണ്ട് പരനാറിക്ക്. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്നവൻ അറിയാവുന്നത് കൊണ്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ ആ ഹോസ്പിറ്റലുകാർ, അവർക്ക് എന്തോ ഒരു സംശയം തോന്നി. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുള്ളൂ എന്ന് അവർ നിർബന്ധം പിടിച്ചു. ഈ പെൺകുട്ടി, മരിച്ച പെൺകുട്ടിയുടെ പാരൻസിനെ പോലും ഇവൻ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നിന്ന് കഥ പറഞ്ഞു, വേണ്ട അത് വേണ്ട, ഞാൻ ഡോക്ടറല്ലേ, അങ്ങനെ കീറി മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കാണും. എന്താണെങ്കിലും വീട്ടുകാർക്കും വേണ്ട എന്ന് പറഞ്ഞ് മാറി. പക്ഷേ ഹോസ്പിറ്റലുകാർ അവരെന്തായാലും ബുദ്ധിപൂർവ്വം തന്നെ ആ പോസ്റ്റ്മോർട്ടം നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പം കാര്യം വെളിയിൽ വന്നു. എന്താണെന്നല്ലേ, ബാക്കി കേൾക്കാം. സ്വാഭാവിക മരണമെന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും വിശ്വസിച്ചിരുന്ന ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ബംഗളൂരുവിലെ ആരോഗ്യ മേഖല. ഗ്യാസ്ട്രിക് ചികിത്സയ്ക്ക് എന്ന വ്യാജേന അനസ്തീഷ്യ മരുന്ന് ഘട്ടം ഘട്ടമായി കുത്തിവെച്ചാണ് ഡോക്ടർ മഹേന്ദ്ര കൃതികയെ കൊലപ്പെടുത്തിയത്. അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന കൃതികയ്ക്ക് സ്വന്തം വീട്ടിൽ വെച്ചും ഭാര്യ വീട്ടിൽ വെച്ചും IV ഫ്ലൂയിഡ് എന്ന വ്യാജേന പ്രൊപ്പോഫോൾ എന്ന മരുന്ന് നൽകുകയായിരുന്നു മഹേന്ദ്ര. ഏപ്രിൽ 21 മുതൽ 3 ദിവസങ്ങളിലായി നൽകിയ മരുന്ന് ശരീരത്തിൽ കലർന്നതോടെ 24-ന് കൃതിക കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു മഹേന്ദ്ര. ഇതിനായി കൃതികയുടെ അച്ഛനെ കൊണ്ടും മഹേന്ദ്ര സമ്മർദ്ദം ചെലുത്തിച്ചു. ഇതിന് ആശുപത്രി അധികൃതർ വഴങ്ങാതിരുന്നതാണ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം പുറത്തു കൊണ്ടുവന്നത്. കൃതികയുടെ സഹോദരി ഡോക്ടർ കൂടിയായ നികിത റെഡ്ഡി എടുത്ത നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായി. ഇതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിക്കും ഇവൻ്റെയും ഇടയ്ക്ക് ഇവർ തമ്മിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് ഇതിനകത്തുനിന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ പാരൻസിനോട് പറഞ്ഞിരിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇനിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനിങ്ങനെ പോസ്റ്റ്മോർട്ടം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും ആ പെൺകുട്ടിയുടെ പാരൻസ് ഓക്കെ, അവൻ്റെ കൂടെ നിൽക്കാം എന്നവർ ചിന്തിക്കില്ല. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് തന്നെ അവർ പറയുള്ളൂ. പക്ഷേ ഇവിടെ ആ പെൺകുട്ടിയുടെ കൃതികയുടെ പാരൻസ് ഇവൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അവരുടെയൊക്കെ ഫ്രണ്ടിൽ ഇവനൊരു ജെന്റിൽ മാൻ ആയിരിക്കും. മനസ്സിലായില്ലേ? വളരെ നല്ലൊരു ഭർത്താവ് എന്നുള്ളൊരു സാധനം ഇവന് അവരുടെയൊക്കെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനെ ഈ വീട്ടുകാരാണെങ്കിൽ പോലും സംശയിക്കാതെ വിശ്വസിച്ചത്. ഇല്ലെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടത് അവർക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആ മോള് പറയും. ഇവരുടെ തമ്മിൽ ചെറിയ വഴക്കുണ്ടെങ്കിലും ഒന്നെങ്കിൽ പറയേണ്ടതാണ്. ഇനിയിപ്പം അവരോട് പറഞ്ഞില്ലെങ്കിലും, പാരൻസിനോട് പറഞ്ഞില്ലെങ്കിലും സഹോദരി ഉണ്ടെന്നാണ് പറയുന്നത്, സഹോദരിയോട് പറയേണ്ടതാണ്. സഹോദരിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് പോലീസിൽ പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല ഇതിനായിട്ടും. അവർക്കും എന്തോ ഒരു സംശയം തോന്നി. ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മരിക്കേണ്ട കാര്യം, ഗ്യാസ്ട്രിക് ഒരു അസുഖം വന്ന് അങ്ങനെ പെട്ടെന്ന് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
സോറി, അറിയാതെ ആ ഒരു ടോണിലേക്ക് അങ്ങ് പോയതാണ്. കാരണം ഇവരെ പോലുള്ള ചെറ്റകളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു. അപ്പോഴൊക്കെ കുറേ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരുപാട് വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന അവർക്കാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അവരാണ് ഭാര്യയെ സംശയിച്ച് ഭാര്യയെ കൊല്ലുക, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറൊരു അവിധം ഉണ്ടെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെയാണ്. അപ്പം അത്രയും അങ്ങോട്ട് എന്താണ് എക്സ്പോഷർ കിട്ടാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള പരിപാടി. ഒന്നുമല്ല, നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്. പിടികിട്ടിയോ? അല്ല പിന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരുപാട് ലോകപരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ തെമ്മാടിത്തരം കാണിക്കാവുന്ന ഇവിടെ ആരും ഇരിക്കത്തില്ല. നല്ല വൃത്തിക്ക് തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ ഡോക്ടറിന്, ഈ പരനാറിക്ക് ഇവന് വേറെ എന്തെങ്കിലും അഭിഹിതമോ എന്തെങ്കിലും പരിപാടി ഉള്ളത് കൊണ്ടാണ് ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കിയെന്ന് വിചാരിക്കുക. എന്തിനില്ലാതാക്കി? അവൻ ഇവളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പൊക്കൂടായിരുന്നോ? ഒരു ജീവൻ എടുക്കേണ്ട കാര്യം എന്താ? മനസ്സിലായില്ലേ? ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക. ഇനി അതല്ല, പറഞ്ഞിട്ടും പോകുന്നില്ല എങ്കിൽ വേറെ റിലേഷനിലേക്ക് അങ്ങ് പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ആൾ പൊക്കോളും. കാരണം ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. നമുക്ക് ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാലും മറ്റേ ആൾ കടിച്ചു പിടിച്ച് വിടത്തില്ല. പിടികിട്ടിയില്ലേ? അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോകുക, ആ റിലേഷനിൽ നിന്ന് അനുഭവിക്കുക, ജീവിതകാലം മൊത്തം മറ്റവനെ കൊണ്ട് അനുഭവിക്കുക എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവനോട് ഇരിക്കട്ടെ, അവൻ പോയില്ലെങ്കിൽ വേണ്ട, നമ്മളെ കാര്യം നോക്കി പോവുക. ഞാൻ അങ്ങനെ തന്നെ പറയും. അല്ലാതെ ജീവിതകാലം മൊത്തം അവൻ്റെ തെറിയും കേട്ട് അവൻ്റെ എന്ത് കാര്യത്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലെന്ന്. പിടികിട്ടിയില്ലേ? വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, അങ്ങനെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ചില നാറികൾ പറയും അവളെ പറ്റിച്ചു, അല്ലെങ്കിൽ അവനെ പറ്റിച്ചു. രണ്ടുപേരിടയ്ക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ റിലേഷൻ കാര്യം പറയുക, മാറിപ്പോവുക. ഇനി കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, മാറിപ്പോകുന്നില്ലെങ്കിൽ അയാളുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. അത്രയേ ഉള്ളൂ. അതല്ലാതെ അതിനകത്തെ ചെറ്റത്തരവും നന്മയും നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം അവിടെ പോകുന്നത്. ഇപ്പം ഇത് കണ്ടില്ലേ, എന്തിനിവനത് ചെയ്തു? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവനിനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് പോയേക്കുക, വിട്ടുപോവുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇയാളെ കൊന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ചില നാറികൾക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകളിടയ്ക്കും കാണും മറ്റേ ആളെ ഇല്ലാതാക്കിയിട്ട് അങ്ങ് പോകണം. ആ മെന്റാലിറ്റി എന്തിനാ അത്രയും വരെ പോകുന്നത്? പോകണം തോന്നിയാൽ പോവുക, അത്രേ ഉള്ളൂ. എന്തിനാ മറ്റേ ആളെ ദ്രോഹിക്കാൻ പോകുന്നത് വീണ്ടും? ഞാൻ അത്രേ പറയുന്നുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാവരും മറ്റേ വലിയ നന്മമരകൾ, ഞാൻ ആ സ്കീമിൽ നിൽക്കുന്നില്ല. ബാക്കി കൂടെ ഒന്ന് കേട്ടോ. പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ഉറപ്പായപ്പോൾ ആ മുറിയിൽ നിൽക്കാനും മഹേന്ദ്ര ശ്രമിച്ചു. പോലീസ് ഇടപെട്ടാണ് ഇയാളെ പുറത്തിറക്കിയത്. ആ ഘട്ടത്തിലും പക്ഷേ സംശയം മഹേന്ദ്രയിലേക്ക് നീണ്ടിരുന്നില്ല. ഒടുവിൽ FSL റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടലിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. പക്ഷേ എന്തിനാണ് കൃതികയെ മഹേന്ദ്ര കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സ്വന്തമായി ആശുപത്രി തുടങ്ങാൻ ഭാര്യ വീട്ടുകാരോട് മഹേന്ദ്ര സഹായം തേടിയിരുന്നു. ഇത് നടക്കാതെ വന്നതിലുള്ള വൈരാഗ്യമോ പരസ്ത്രീ ബന്ധമോ ആകാം കൊലപാതകത്തിന് കാരണം എന്ന നിഗമനത്തിലാണ് പോലീസ്. കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ള ഡോക്ടർ മഹേന്ദ്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഡോക്ടർ കൃതിക റെഡ്ഡി. മഹേന്ദ്ര ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടതിനകത്തു നിന്ന് ആ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഇവൻ അതിനകത്ത് നിൽക്കാൻ, പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിയിൽ നിൽക്കാൻ വേണ്ടി ഇവൻ ഒരുപാട് ശ്രമിച്ചു. കാരണം അവിടെ കയറി നിന്നിട്ട് എന്തെങ്കിലും ഉടായ്പ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിനെ എങ്ങനെയെങ്കിലും ചുരുട്ടിക്കൂട്ടി കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ആ പരിപാടിയൊന്നും നടന്നില്ല. പിന്നെ പോലീസുകാർ ഇപ്പോൾ അവരുടെ ഒരു ഡൗട്ടാണ് പറയുന്നത്, ഈ നാറിക്ക് ഒരു സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഭാര്യ വീട്ടുകാരോട് കാശ് ചോദിച്ചു, തന്നില്ല. അതിൻ്റെ പേരിലൊക്കെയുള്ള വൈരാഗ്യത്തിനാണ് അവൻ ചെയ്തതെങ്കിൽ അവൻ്റെ പെട്ടെന്ന് നോക്കി കൊടുക്കണം. സ്വന്തമായിട്ട് ഡോക്ടറാണ്, സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ട് വെച്ചൂടെ അവന് ഹോസ്പിറ്റലിൽ? എന്തിനാണ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് കാശ്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും നട്ടല്ലില്ലാത്ത മോനാണോ അവൻ? എന്താണെങ്കിലും അതൊരു സൈഡിൽ പോട്ടെ. പക്ഷേ അപ്പോഴും പോലീസുകാരാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇവന് വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ബന്ധത്തിൽ വേറൊരാളുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടാണോ ഇനി സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയത്? അതും കൂടെ ഒന്ന് നോക്കേണ്ട കാര്യം ഉണ്ട്. കാരണം ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടെന്നേ. കാമുകി പറയും, ഭാര്യയെ നീ തീർത്തിട്ട് വരണം, എന്നാലേ നമുക്ക് ഒന്നിച്ച് പറ്റത്തുള്ളൂ. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഭാര്യയെ കൊല്ലുന്ന മണ്ടന്മാരുള്ള കാലമാണിത്. അപ്പം ഈ മണ്ടൻ അങ്ങനെ വല്ലതും കേട്ടിട്ടാണോ ഈ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പോലീസുകാർ ആ വഴിയും കൂടെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു വരും എന്താണെങ്കിലും ആ ജീവൻ പൊലിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ഇവരുടെ ഇടയ്ക്കുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ എന്തിന് ആ പ്രശ്നങ്ങളൊക്കെ സഹിച്ച് ഒരാളുടെ കൂടെ നിൽക്കണം? അതേ ഞാൻ ചോദിക്കുള്ളൂ ആ പെൺകുട്ടിയോട്. പക്ഷെ ചോദിക്കാൻ ആ പെൺകുട്ടി ഇല്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, എന്തിന് നിൽക്കണം? ഇനി ഇവന് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് മോൾ അറിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ്റെ കൂടെ പിന്നെ നിന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവനൊരെണ്ണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ വിടുക അവൻ്റെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക.
അല്ലാതെ അതിനകത്ത് കിടന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ വന്നാൽ തന്നെ എത്ര നാൾ നിൽക്കും? ഇവനെ അടുത്ത ആളെ കാണുമ്പോൾ പോകത്തില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പോകാൻ മുതിർന്ന് ഇറങ്ങിയവൻ എത്രയാണെങ്കിലും അവൻ വീണ്ടും വീണ്ടും പോവും. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട്, കുറച്ച് മുമ്പ് ഞാൻ വേറൊരു വാർത്ത കണ്ടു. കോട്ടയത്ത് അന്യ സംസ്ഥാനത്തിൽ നിന്ന് എവിടുന്ന് വന്ന രണ്ടുപേരാ ഭാര്യയും ഭർത്താവും കണ്ട് കോട്ടയത്ത് എന്തോ തല്ലിക്കൊന്നൊക്കെ പറഞ്ഞൊരു സാധനം കണ്ടു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ മടുത്തു. കേരളത്തിലുണ്ട്. നിങ്ങൾ മറന്നോന്ന് എനിക്കറിയത്തില്ല, ഏറ്റുമാനും കോട്ടയത്തും ഒക്കെ ആയിട്ട്, പിന്നെ ഷാർജയിൽ മലയാളികൾ ഇങ്ങനെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് ഇവിടെ വന്ന് താമസിച്ചവർ പോകുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്നു. ബാംഗ്ലൂരൊക്കെ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ പരിപാടികൾ നടക്കാറുമുണ്ട്. കുറേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കോളേജിൽ ജൂനിയർ സീനിയറിനെ ഒരു വാർത്ത കണ്ടു. ഇത് എങ്ങോട്ടാ പോണേന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. വാർത്തകൾ ഒരുപാടാണ് ഇങ്ങനെയുള്ളത്. നമ്മളെ സൂക്ഷിക്കുക. ഒരു റിലേഷനിലൊക്കെ നിൽക്കുമ്പോൾ വേണ്ടെങ്കിൽ പോവുക, അല്ലാതെ കൂടുതൽ പിടിച്ച് നിൽക്കണ്ട. ഞാൻ അത്രേ പറയുള്ളൂ. പ്രശ്നമാണെന്ന് തോന്നി കഴിഞ്ഞാൽ പോവുക, അല്ലാതെ പിടിച്ച് നിന്ന് വെറുതെ എന്തിനാണ് വെറുതെ അതേപോലെ ഒരാൾ പറയുകയാണ്, മോളെ വേണ്ട പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയേക്കുക. പിന്നെ അതിനകത്ത് നിന്ന് ചുമ്മാ, എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.